ഇപ്പോൾ എയുടെ കാലമാണല്ലോ. നമ്മൾ കോടതികളിൽ വിധികൾ എ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ എ ജനറേറ്റ് ചെയ്ത് വരുവാണ് എങ്കിൽ അതെങ്ങനെ ഉണ്ടാവും? മുത്തലാഖ് ഇപ്പോൾ നിയമവിരുദ്ധമാണല്ലോ. ഈ ട്രിപ്പിൾ തലാഖ് തിരിച്ച് ലീഗലാക്കിയാൽ എങ്ങനെ ഉണ്ടാവും? ലീഗലാകാതിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഹ്യൂമൻ റൈറ്റ്സിനൊക്കെ വയലേറ്റ് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു. അതായത് മുത്തലാഖ്, ഒറ്റയടിക്ക് 3 തലാഖ് ചൊല്ലുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇന്നത്തെ ഒരു ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നതല്ലേ, ഇന്ത്യയുടെ പുതിയ പുതിയ ഒരു ഇതിലേക്ക് വരുന്ന സമയത്ത് ഇതേപോലെ എല്ലാ രീതിയിലും സ്ത്രീകളെ ഒറ്റയടിക്ക് അവരുടെ എല്ലാ ഒരു സാധ്യതകളെയും നശിപ്പിക്കുന്ന രീതിയിലുള്ളത് ഒരു വളരെ ക്രൂവലായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് അത് മുത്തലാഖ് എന്ന് പറയുന്നത്. അതിന് തിരിച്ചു വരുവാണെങ്കിൽ മറ്റെന്താ പറയുക, മതത്തിൻ്റേതായിട്ടുള്ള കുറേ ചൂഷണങ്ങളും പല രീതിയിലും സ്ത്രീകളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു നിയമമാണ്. അത് ഇന്നത്തെ വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യക്ക് ഒട്ടും യോജിച്ചതല്ല മുത്തലാഖ്. അഡൾട്ടറി ഇപ്പോൾ ഡീക്രിമിനലൈസ് ചെയ്തിട്ടുണ്ടല്ലോ. ഈ അഡൾട്ടറി തിരിച്ച് ക്രൈമായിട്ട് രജിസ്റ്റർ ചെയ്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് കോടതികളിൽ നിലനിൽക്കുന്ന കേസുകൾ അഡൾട്ടറി അല്ലെങ്കിൽ ഇന്നത്തെ മനുഷ്യൻ്റെ ജീവിത സാഹചര്യത്തെ ഏത് രീതിയിൽ ബാധിക്കും? അത് ഡിവോഴ്സിൽ ഇപ്പോഴും ഒരു സിവിൽ റോങ് ആണ്. അത് ക്രൈം അല്ല എന്നുള്ളൂ. അഡൾട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് വേറൊരു സ്പൗസും വേറൊരു സ്ത്രീയുമായിട്ടോ അല്ലെങ്കിൽ പുരുഷനായിട്ടോ അവർക്ക് സെക്ഷൽ റിലേഷൻഷിപ്പ് ഏർപ്പെടുന്നതിനെയാണ് അഡൾട്ടറി എന്ന് പറയുന്നത്. അതായത് പണ്ട് IPC സെക്ഷൻ വകുപ്പ് പ്രകാരം അത് കുറ്റകൃത്യമായിരുന്നു. അതിനെയാണ് ക്രിമിനൽ അല്ല, ഇല്ലീഗൽ അല്ല, അല്ലെങ്കിൽ അതായത് ക്രൈം അല്ലെന്നേ ഉള്ളൂ. ബട്ട് ഇറ്റ് ഈസ് എ സിവിൽ റോങ്. അത് ഡിവോഴ്സ് കേസിനെ ബാധിക്കുകയും ചെയ്യും. അതിന് തിരിച്ച് പിന്നെയും ക്രൈമായിട്ട് വരുവാണെങ്കിൽ ഡിവോഴ്സ് കേസുകളെ ബാധിക്കില്ല. കാരണം അതൊന്നും അത് ഡിവോഴ്സിലെ അഡൾട്ടറി ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുകയാണ്. പക്ഷേ അത് വന്നിട്ടൊരു ക്രൈമായിട്ട് വരുവാണ് എങ്കിൽ പിന്നെയും നമ്മൾ നേരത്തെ എന്താ പറയണ പോലെ ക്രൈമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് കുറ്റകൃത്യമായിട്ട് FIR ഇട്ട് കേസ് എടുത്ത് വരാൻ വേണ്ടിയിട്ട് അത് കുറേയൊക്കെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അവനവൻ്റേതായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റിനെ എല്ലാം ബാധിക്കുന്ന ഒരു സംഭവമാണത്. ഡിവോഴ്സ് കേസുകൾ അത് ബാധിക്കില്ല. പക്ഷേ അത് ക്രൈമായിട്ട് പിന്നെയും വരുവാണെങ്കിൽ അത് ഹ്യൂമൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെയൊക്കെ ബാധിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ എയുടെ കാലമാണല്ലോ. നമ്മൾ കോടതികളിൽ വിധികൾ എ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ എ ജനറേറ്റ് ചെയ്ത് വരുവാണ് എങ്കിൽ അതെങ്ങനെ ഉണ്ടാവും? ഇന്നത്തെ ടെക്നോളജി വളർന്നു വരുന്നത് കാരണം അങ്ങനെ തള്ളിക്കളയേണ്ട ആവശ്യമില്ല. പക്ഷെ അതിന് ഡേറ്റ കളക്ട് ചെയ്യാനും നമ്മളെ ഓരോന്ന് എന്താ പറയുക, ടെക്നോളജി യൂസ് ചെയ്ത് പല പല കാര്യങ്ങൾ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു വിധി നടപ്പാക്കുക അല്ലെങ്കിൽ വിധി നിർണ്ണയിക്കുക ന്യായമുക്തമായിട്ട് വരണമെങ്കിൽ അത് ഹ്യൂമൻ്റേതായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ വന്നാൽ മാത്രമേ കറക്റ്റ് ഒരു ജഡ്ജ്മെൻറ്റ് വരാൻ പറ്റുള്ളൂ.